മഹാത്രേയയുടെ അൺപോസ്റ്റഡ് ലെറ്റർ എന്ന പുസ്തകത്തിലെ ആശയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൽ 3-ാമത്തെ കത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ചാപ്റ്റർ 3, എ റിലേഷൻഷിപ്പ് ദാറ്റ് മാറ്റേഴ്സ് യു ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം. ഈ കത്തിൽ അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം രചയിതാവ് എടുത്തു കാണിക്കുന്നു. ആശയവിനിമയം, സഹാനുഭൂതി, മറ്റുള്ളവരുമായി ശക്തവും സംതൃപ്തവുമായി ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സ്നേഹത്തിന്റെ ശക്തി, ഇവയെക്കുറിച്ചൊക്കെയുള്ള ഉൾക്കാഴ്ചകൾ അദ്ദേഹം പങ്കിടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ സന്തുഷ്ടനാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ശരിയായിട്ട് നടക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം നന്നായി നടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അസന്തുഷ്ടനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം തെറ്റായി പോകുന്നുണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം നന്നായി പോവാത്തോണ്ടാണ്. ബന്ധങ്ങള് വിത്തുകൾ പോലെയാണ്. അവയെ വളർത്തുകയും വികസിപ്പിക്കുകയും വേണം. പ്രതീക്ഷകൾ കളകൾ പോലെയാണ്. അവ സ്വയം വളരും. ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് മതിയായ നിക്ഷേപം പോകുമ്പോൾ ആ ബന്ധത്തിലെ പ്രതീക്ഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു ബന്ധം അവഗണിക്കപ്പെടുമ്പോൾ ആ ബന്ധത്തിലെ പ്രതീക്ഷകൾ ബന്ധത്തിന്റെ വേരുകൾ തന്നെ ഇളക്കും. നമ്മുടെ പ്രശ്നം ബന്ധങ്ങളിൽ വളരുന്ന പ്രതീക്ഷകളാണ്. ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ ഉദാഹരണം ഇവിടെ ഉപയോഗിക്കാം. ഒരു അക്കൗണ്ടിൽ നമ്മൾ എത്രത്തോളം പണം നിക്ഷേപിക്കുന്നു അത്രത്തോളം നമുക്ക് പണം പിൻവലിക്കാൻ സാധിക്കും. അതുപോലെ ഒരു ബന്ധത്തില് നമ്മൾ എത്രത്തോളം നിക്ഷേപിച്ചിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് പിൻവലിക്കാനും സാധിക്കും. ഗണ്യമായ വൈകാരിക കരുതലുള്ള ഒരു ബന്ധത്തില്, അതായത് അത്രത്തോളം പരിഗണനയും സ്നേഹവും നൽകിയിട്ടുള്ള ഒരു ബന്ധത്തില് തെറ്റുകൾ സഹിക്കുകയും ക്ഷമിക്കപ്പെടുകയൊക്കെ ചെയ്യും. ആശയവിനിമയം അപര്യാപ്തമാണെങ്കിൽ പോലും അർത്ഥം മനസ്സിലാക്കുകയും നമ്മുടെ പ്രവൃത്തികളിൽ വീഴ്ച വരുത്തിയാലും നമ്മുടെ ഉദ്ദേശശുദ്ധി വിലമതിക്കപ്പെടുകയും ചെയ്യും. മൊത്തത്തില് നമ്മൾ നല്ലവരായി കണക്കാക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ബന്ധം നല്ലതായിരിക്കും. ആ ബന്ധത്തില് വൈകാരിക കരുതൽ കെട്ടിപ്പടുക്കാൻ നമ്മൾ നടത്തിയ നിക്ഷേപങ്ങൾ കാരണം നമ്മൾ നല്ലവരായിട്ട് കണക്കാക്കപ്പെടും. എന്നിരുന്നാലും ചില ബന്ധങ്ങള് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും, അല്ലെ? ബന്ധത്തിന്റെ സ്ഥിരത മാനിക്കപ്പെടും. ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. പ്രതീക്ഷകള് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ബന്ധം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ നിക്ഷേപങ്ങള് അതേ തുടർച്ചയോടെ നടത്തപ്പെടുന്നില്ല. വൈകാരിക കരുതല് അമിതമായി വലിച്ചെടുക്കപ്പെടും. അതായത് കൂടുതൽ പ്രതീക്ഷിക്കുന്നു, അതേസമയം അവരന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ കുറ്റവാളിയായിട്ട് കണക്കാക്കപ്പെടും. നമ്മുടെ ഓരോ നീക്കവും വിലയിരുത്തപ്പെടും, ജഡ്ജ് ചെയ്യപ്പെടും. വാക്കാലുള്ള പോരാട്ടങ്ങളും വാതിൽ കൊട്ടിയടക്കലും ഒക്കെ വഴക്കുകളൊക്കെ പതിവ് സംഭവങ്ങളായിട്ട് മാറും. നമ്മുടെ പ്രവൃത്തികൾ വിലമതിക്കപ്പെടുകയോ നമ്മളുടെ ഉദ്ദേശങ്ങൾ ബഹുമാനിക്കപ്പെടുകയോ ചെയ്യില്ല. ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയുള്ള ഒരു ബന്ധം ഒരു മൈൻ ഫീൽഡിൽ നടക്കുന്ന പോലെയാണ്. അത് എപ്പോ വേണമെങ്കിലും പലതവണ പൊട്ടിത്തെറിച്ചേക്കാം. പരിഹാരം എന്താണ്? വളരെ ലളിതമാണ്. നിക്ഷേപങ്ങള്, കൂടുതൽ നിക്ഷേപങ്ങള്, കൂടുതൽ നിക്ഷേപങ്ങൾ. അതായത് കൂടുതൽ സ്നേഹവും പരിഗണനയും ശ്രദ്ധയും നൽകിക്കൊണ്ടിരിക്കുക. സജീവ ബന്ധത്തിനും പിൻവലിക്കൽ നിന്ന് മുക്തമാവാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യത്തിന് നിക്ഷേപങ്ങൾ നടത്താൻ കഴിയും. നമ്മൾ സമയം നിക്ഷേപിക്കുന്നത് വളരുന്നു. ഗുണമേന്മയുള്ള സമയം നിക്ഷേപിച്ചുകൊണ്ട് ബന്ധങ്ങൾ വളർത്തിയെടുക്കണം. കേൾക്കാനും മനസ്സിലാക്കാനും സമയമെടുക്കണം. കഴിയുന്നത്ര തവണ മനസ്സിലാക്കാൻ വേണ്ടി ആശയവിനിമയം നടത്തണം. പ്രകടിപ്പിക്കുന്നതിലൂടെയും പ്രകടനാത്മകമായി പെരുമാറുന്നതിലൂടെയും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക. നൽകാൻ ശ്രമിക്കുക. എന്നാൽ സ്വീകരിക്കുന്നതിൽ ഭംഗിയുള്ളവരായിരിക്കുക. സ്വീകരിക്കുന്നത് ദാതാവിനോടുള്ള നമ്മുടെ ബഹുമാനം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. അത് ഒരു വലിയ നിക്ഷേപമാണ്. നിക്ഷേപം വഴി നിക്ഷേപിക്കുക. ഒരു മികച്ച ബന്ധം കെട്ടിപ്പടുക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നേടുക. ദൈവങ്ങൾക്ക് പോലും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പുരാണങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ സാധാരണക്കാരായ
നമ്മളെ പോലെയുള്ള മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? എങ്കിലും കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആവശ്യമുള്ള ബന്ധങ്ങളിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്താനും അഭിവൃദ്ധിപ്പെടുത്താനും സാധിക്കും. ഒരാളുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് അയാളുടെ നെറ്റ്വർക്കാണ് എന്ന് കേട്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? നെറ്റ്വർത്ത് ഈസ് ഈക്വൽ ടു നെറ്റ്വർത്ത്. 3-ാം അധ്യായത്തിന്റെ ടേക്ക് അവേ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അയക്കാത്ത കത്ത് അല്ലെങ്കിൽ അൺപോസ്റ്റഡ് ലെറ്ററിന്റെ 1-ാമത്തെ കാര്യം, ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്ഥിരമായി നിക്ഷേപം ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഒരു ബന്ധത്തിലേക്കും സ്ഥിരമായി സ്നേഹം, കരുതൽ, മനസ്സിലാക്കൽ, ശ്രദ്ധ എന്നിവ നിക്ഷേപിക്കപ്പെടണം. 2-ാമത്തെ കാര്യം, ഒരിക്കലും വെറുതെ പ്രതീക്ഷിക്കരുത്. നമ്മൾ നൽകാതെ മറിച്ച് പ്രതീക്ഷ മാത്രമായാൽ ആ ബന്ധം ദുർബലാവും. നമ്മൾ എന്ത് കൊടുക്കുന്നു എന്ന് നിരീക്ഷിക്കാതെ എന്ത് കിട്ടി എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. 3-ാമത്തെ കാര്യം, അർത്ഥവത്തായ സമയവിന്യാസം. ബന്ധങ്ങൾ നിലനിർത്താൻ ശബ്ദിക്കാതെ സന്തോഷമില്ലാതെ സമയമെടുത്താൽ മതിയാവില്ല. ഉദ്ദേശത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ സമയവും ഊർജവും നൽകണം. 4-ാമത്തെ കാര്യം, അറിയാതെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിയണം. ജീവിതത്തിലെ തിരക്കുകൾ പലപ്പോഴും ബന്ധങ്ങളിൽ അകലം സൃഷ്ടിച്ചേക്കാം. നമ്മൾ മാനസികമായി അകന്നു പോകുന്നതിനെ തിരിച്ചറിയണം, സമയോചിതമായി തിരുത്തണം. 5-ാമത്തെ കാര്യം, നന്മയുടെ ചെറിയ നിക്ഷേപങ്ങൾക്കായുള്ള സാവധാനത്തിലുള്ള പ്രവർത്തനം. വലിയ മാറ്റങ്ങൾക്ക് കാത്തിരിക്കേണ്ട, പക്ഷെ സ്നേഹത്താൽ നിറഞ്ഞ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ തുടരുക. ചെറിയ കാര്യങ്ങൾ ബന്ധം ഊഷ്മളാക്കും. ഒരു ചെറിയ മെസ്സേജ്, ഒരു വിളി, ഇവയൊക്കെ ബന്ധം ഊഷ്മളാക്കും. ഇന്ന് ചെയ്യാനായിട്ട് ഒരു ചെറിയ എക്സസൈസ് പറയട്ടെ. ഇന്ന് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരാൾക്കായിട്ട് ഒരു ചെറിയ നിക്ഷേപം ചെയ്യുക. എന്താ? പ്രിയപ്പെട്ട ഒരാളെ വിളിക്കുക, അവർക്കായിട്ട് ഒരു ചെറിയ നല്ല പ്രവർത്തനം ചെയ്യുക, അപ്രതീക്ഷിതമായിട്ടൊരു നന്ദി പറയുക. ഈ ടേക്ക് അവേസ് ഒക്കെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷകരവും സമ്പന്നവും ആകും. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്, ഇത് 3ഉം സന്തുലിതമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഒരാള് സന്തുഷ്ടനായി തീരുന്നത്. ഈ 3 കാര്യങ്ങൾക്കും ശ്രദ്ധയും സമയവും നിക്ഷേപിക്കേണ്ടത് അത്യാവശ്യമാണ്. എത്രത്തോളം ശ്രദ്ധയും സമയവും നമ്മൾ നിക്ഷേപിക്കുന്നുവോ എത്രത്തോളം അച്ചടക്കം പാലിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഹെൽത്തി, വെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കും. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും നമ്മൾ റിച്ച് ആയിരിക്കും.